ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 785 ദിവസം. നിനവേ നോമ്പിന്റെ 3-ാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 50 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. യേശുതമ്പുരാനോട് അടയാളം ആവശ്യപ്പെടുന്ന ശാസ്ത്രിമാരോടും പരീശന്മാരോടും യേശുതമ്പുരാൻ പറയുന്നത്, യോനായുടെ അടയാളമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് എന്നാണ്. വളരെ അത്ഭുതകരമായ ഒന്നാണ് അന്ന് നടന്നത്. സത്യദൈവത്തെക്കുറിച്ച് അല്പം മാത്രം ജ്ഞാനമുള്ള ഒരു ജനം, അനേകം ദേവന്മാരെ ആരാധിച്ചിരുന്നതായ ഒരു സമൂഹം, ദുഷ്ടത ഉണ്ടായിരുന്ന ഒരു ജനം. അവർ യോനായുടെ പ്രസംഗം കേട്ട് സത്യദൈവത്തിങ്കിലേക്ക് മനം തിരിയുകയാണ്. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. രാജാവ് തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം അഴിച്ചു വെച്ചിട്ട് രട്ടുപുതച്ച് വെണ്ണീറിൽ ഇരുന്നു. ദൈവം തങ്ങളോട് കരുണ കാണിക്കുവാനായി ഓരോരുത്തരും താന്റെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവാനും മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരുവാനും അവരോട്, ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ദൈവം അവരിൽ കരുണ ചെയ്തു. ദൈവം അവരെ രക്ഷിച്ചു. യോനായേക്കാൾ വലിയവനായ കർത്താവ് യേശുതമ്പുരാന്റെ അനേകം വീരപ്രവൃത്തികൾ കണ്ടിട്ടും ഇസ്രായേൽ ദൈവത്തിന് വിരോധമായി തങ്ങളെ തന്നെ കഠിനരാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? ഈ നോമ്പിൽ എന്ത് മാറ്റമാണ് നമുക്കുണ്ടായിട്ടുള്ളത്? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ ദൈവം നമ്മുടെ മനം തിരിയുവാൻ തക്കവണ്ണമായിട്ട് ആഗ്രഹിക്കുകയാണ്. സകല ദുർമാർഗങ്ങളെയും വിട്ടുതിരിയുവാനായിട്ട്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഈ നോമ്പിൽ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.